പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു ദ ഇന്റർവ്യൂ. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട നൂറുദ്ദീൻ സാറാണ്. അറബിക് സ്കൂൾ അധ്യാപകനായിട്ട് ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിന്റെ കരിയറാണ് നമ്മോട് ഈ ഇന്റർവ്യൂവിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. വെൽക്കം സാർ, വെൽക്കം ടു ദ ഇന്റർവ്യൂ. ഓക്കെ, താങ്ക് യു. താങ്കളുടെ കരിയറിനെ കുറിച്ച്, ഇതുവരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് ഞങ്ങളോടുമായി ഷെയർ ചെയ്താൽ വലിയ സന്തോഷമായിരുന്നു. തീർച്ചയായും എൻ്റെ കരിയറിൽ നമ്മുടെ SSLC +2 കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്ന ഒരു ചോദ്യം പലപ്പോഴും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള വലിയൊരു ക്വസ്റ്റ്യനാണ്. ആ സമയത്ത് ഇന്നത്തെ പോലത്തെ വലിയ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളോ മറ്റോ ഒന്നും അത്ര പോപ്പുലർ അല്ലാത്ത ഒരു കാലം. അപ്പോൾ നമ്മളെ കൂട്ടുകാരൻ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് പറയുന്നു, യു ക്യാൻ ഗോ വിത്ത് അറബിക് ലിറ്ററേച്ചർ, അറബിക് ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ദെൻ ഞാൻ എന്ത് ചെയ്തു, മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ അറബിക് BA റെഗുലർ പഠിക്കുന്ന സ്റ്റുഡൻറ് ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന ഓപ്ഷനിൽ അപേക്ഷ കൊടുത്തു. അത് ഇൻ്റർവ്യൂ കഴിഞ്ഞു, ലിസ്റ്റ് ഔട്ട് ചെയ്തു, റാങ്ക് ലിസ്റ്റ് വന്നു, സെലക്റ്റഡ് ആയി. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് PG. ഏത് കോളേജിൽ നിന്നായിരുന്നു സാർ പഠിച്ചത്? PG മാസ്റ്റർ ഓഫ് ആർട്സ് ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ, റെഗുലർ ബാച്ച് തന്നെയായിരുന്നു അത്. റെഗുലർ ബാച്ച് അത് കഴിഞ്ഞ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടൈം അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറുടെയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തിരുന്നൊരു ട്രാൻസ്ലേഷൻ. ഓക്കെ, അത് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. കാര്യം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ, എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ തന്നെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് ഡിപ്പാർട്ട്മെൻറ്റുമായി ടൈപ്പ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ വർക്കുകൾ, എസ്പെഷ്യലി കാലിക്കറ്റ് എയർപോർട്ടിൽ ഫോറിൻ വിസ റീഡിങ് ആൻഡ് ചേംബർ. സ്റ്റുഡൻ്റായി പഠിക്കുമ്പോൾ തന്നെ എയർപോർട്ടിൽ ഒരു ജോബ്, അതൊരു ശരിക്കും ഒരു ഡ്രീം ജോബാണ്. അറൗണ്ട് ഹൗ മച്ച് ആ സമയത്ത് ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, ആ ഒരു ജോബിന് സാർ ഏൺ ചെയ്തിരുന്നു? സാലറി എന്നതിലേക്ക് അപ്പുറം ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ജോബ് കരിയർ കയ്യിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എക്സ്പോസ് ചെയ്ത്. അറ്റ് ദ ബിഗിനിങ് ഐ തിങ്ക് 20,000. 20,000 ആ ഒരു സമയത്ത്. ഏത് വർഷമായിരിക്കും അത്? 2014. ഓക്കെ, അപ്പൊ എയർപോർട്ടിൽ ഇരുന്നിട്ട് പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ജോബായിരുന്നു അല്ലേ? ഓക്കെ, അത് 1-2 വർഷം അവിടെ തുടർന്നു. പക്ഷെ നമ്മളെ കരിയർ ഒരിക്കലും നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ കഴിയാം. PG കഴിഞ്ഞു ശേഷം ഇത് പാർട്ട് ടൈം ജോബ് ആയിരുന്നു ഈ പറഞ്ഞ? അപ്പൊ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡന്റിന് ഈ ഒരു ഓപ്ഷൻ ഇപ്പോഴും ഉണ്ടോ തോന്നുന്നു? ഇപ്പോഴും അത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഓരോ വർഷവും എയർലൈൻ ഉദ്യോഗസ്ഥർ വന്ന് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രത്യേകം അവസരം ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം അങ്ങനെ ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പറയേണ്ടതാണ്. പക്ഷേ അത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ബിക്കോസ് അറബിക് എടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു മോശം എന്ന രീതിയിൽ വന്നിരുന്ന ഒരു കാലത്തു നിന്നാണ് മോഡേൺ ആയിട്ട് അറബിക് ട്രാൻസ്ലേഷൻ ഫീൽഡിൽ, എസ്പെഷ്യലി അബ്രോഡ്, നല്ല സ്കോപ്പുള്ള ഒരു ജോബാണ് അല്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറബിക് ആണെന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു സമൂഹത്തിനിടയിൽ വലിയൊരു സ്ഥാനമുണ്ട്. ആ സമയത്ത് തന്നെ അത് ചെയ്തു. അതിന്റെ കൂടെ തന്നെ നമ്മൾ B.Ed കരിയർ കൊണ്ടുവന്ന. എവിടെ വെച്ചായിരുന്നു സാർ B.Ed കംപ്ലീറ്റ്? ഞാൻ B.Ed ചെയ്തത് ബ്രണ്ണൻ കോളേജിലാണ്, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി. 2 വർഷം റെഗുലർ ആയിട്ട് തന്നെ. അന്ന് ഒരു വർഷം 2016 ശേഷം ലാസ്റ്റ് മീൻസ് 1 ഇയർ ബാച്ചിന്റെ 2015-16 ബാച്ചിലാണ്. ആ വർഷം കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടെ ഈ ജോബ് ആസ് എ പാർട്ട് ടൈം ജോബ് എന്നുള്ള ആൾക്ക് അത് സ്കിപ്പ് ചെയ്ത് നേരെ B.Ed ചെയ്തു. 1 ഇയർ ആണ്. പെട്ടെന്ന് B.Ed അവിടെ നമ്മളെ GBCT എന്ന് പറയുക, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. നല്ല മാർക്ക് വേണം ബ്രണ്ണനിൽ കിട്ടണം. അത് റെഗുലർ. അതിന്റെ ഫസ്റ്റ് വരുന്നത് ഐ തിങ്ക് നമ്മുടെ കോഴിക്കോടാണ്. ദെൻ സെക്കൻഡ് വരുന്നത് ബ്രണ്ണൻ, അതുപോലെ തന്നെ തലശ്ശേരി തൊട്ടപ്പുറത്തുള്ള കണ്ണൂരുള്ള മറ്റൊരു സ്ഥലത്താണ് വരുന്നത്. പിന്നീട് സാറിന്റെ കരിയർ എങ്ങനെയാണ് പോയത്? അത് കഴിഞ്ഞ് B.Ed കഴിഞ്ഞു. പിന്നീട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ശരിക്കും നമ്മൾ PSCയിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു ഡിഗ്രി സമയത്ത് തന്നെ നമ്മൾ അത് നേരത്തെ സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ കരിയറിലുള്ള സമയത്ത്, ദാറ്റ് മീൻസ് നമ്മൾ അക്കാഡമിക്കലി അല്ലെങ്കിൽ ആ ഒരു സിലബസ് നമ്മളെ കയ്യിലുള്ള സമയത്ത് തന്നെ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. വളരെ പെട്ടെന്ന്. സാറിന്റെ ഒരു അനുഭവം എന്താണ്? സാർ അങ്ങനെ പ്രിപ്പയർ ചെയ്തത് കൊണ്ടാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും. പിന്നെ
എന്താ പറയാ സെറ്റ് അറ്റ് എ ടൈം BEd കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സെറ്റാണ് ഫസ്റ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ടെസ്റ്റ് അപ്പൊ സ്വാഭാവികമായിട്ടും PG കൂടി ഉണ്ടെങ്കിൽ സെക്കൻഡറി PG ഓൾറെഡി നമ്മുടെ എന്നുള്ള രീതിയിലാണ്. ഓക്കെ ഗ്രേറ്റ്. PG നമ്മളെ കയ്യിലുണ്ട്, BEd ഉണ്ട്, പ്ലസ് സെറ്റും കിട്ടിയപ്പോൾ ഭയങ്കര ഒരു മാറ്റം. ഓക്കെ സാർ ഏതൊക്കെ PSC എക്സാമുകളാണ് എഴുതിയിട്ടുള്ളത്? ഞാൻ ആദ്യം ഇത് PSC ഹൈസ്കൂൾ അസിസ്റ്റന്റ് അറബിക്കാണ് കിട്ടിയത്. ഓക്കെ. പക്ഷെ അന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ ലിസ്റ്റിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയത് 0.5 അര മാർക്കിനാണ് മെയിൻ ലിസ്റ്റിൽ നിന്ന് പോയി. അതിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം നമ്മള് ഒരുപാട് കാലത്ത് ആഗ്രഹിച്ചു. പിന്നീട് പക്ഷെ ആദ്യ സമയം തന്നെ അറ്റ് ദ സെയിം ടൈം നമുക്ക് മറ്റൊരു ലിസ്റ്റിൽ എക്സാം വന്നു, UP സ്കൂൾ അസിസ്റ്റന്റ്. സെയിം ഇയർ അത് അപ്ലൈ ചെയ്തു. അതിനുവേണ്ടി ഈ ഒരു വിഷമം ഉള്ളത് കൊണ്ട് തന്നെ നന്നായി ഞാൻ ഓർക്കുന്നു. ഐ തിങ്ക് ഒരു അറബിക് UP സ്കൂൾ അധ്യാപകനാവണമെങ്കിൽ എന്താണ് അടിസ്ഥാന യോഗ്യത? അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഇന്ന് ഒരു BA ഒരു ഡിഗ്രി ഉണ്ടാവുക എന്നുള്ളത്. BEd അതിന്റെ കൂടെ BEd കേട്ടറ്റ് അതാണ് UP സ്കൂളിന്. പിന്നെ അത് ലാംഗ്വേജ് ആകുമ്പോൾ പറഞ്ഞു നേരത്തെ അഫ്സലുലുമ, പിന്നെ DLEd ചെയ്യുന്നു ഒക്കെ ഉണ്ട്. അതൊക്കെ പുതിയ പുതിയ മാനങ്ങൾ. ഇപ്പൊ ഡിഗ്രി ഉണ്ടെങ്കിൽ BEd കയറാൻ കഴിയില്ല. BEd പ്ലസ് കേട്ടറ്റ് വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം BEd ഉണ്ട്, സെറ്റ് PG കയ്യിലുള്ളതുകൊണ്ട് ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കാന്നുള്ളതുകൊണ്ട് PSC പ്രിപ്പറേഷൻ തുടങ്ങി. അങ്ങനെ UP സ്കൂൾ അസിസ്റ്റന്റ് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയിരുന്നു, കിട്ടാൻ കഴിഞ്ഞു. പക്ഷെ ആ സമയത്താണ് കൊറോണന്റെ ഒരു ടൈമാണ്. മെയിൻ ലിസ്റ്റിൽ വന്നു. എത്രാമത്തെ റാങ്ക് ആയിരുന്നു സാർ? ഞാൻ 20. ജില്ല സ്വന്തം ജില്ലയാണോ? അല്ല, കോഴിക്കോട് ജില്ല. സാർ അത് പ്രിഫർ ചെയ്യാൻ കാരണം എന്താണ്? നമ്മള് PSC അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടൈം നമ്മൾ എത്ര സ്കൂളുകളിൽ വേക്കൻസി, അത് ഏത് സബ്ജക്ട് ആണെങ്കിലും അത് ശരിക്കും നമ്മൾ ആ ജില്ലയിലെ ജില്ലാ വൈസ് ആണെങ്കിൽ അവിടുത്തെ സ്കൂളുകളെ വേക്കൻസി ഒന്ന് ചെക്ക് ചെയ്യാം. സാർ എങ്ങനെയാണ് ചെക്ക് ചെയ്ത്? ഏത് രീതിയാണ്? അത് നമുക്ക് പല സോഴ്സുകളുണ്ട്. ഒന്ന് നമ്മൾ ഫ്രണ്ട്സ്, അവർക്ക് നേരത്തെ തന്നെ ഈ PSC വാട്സപ്പ് കൂട്ടായ്മയിൽ നേരത്തെ ലിസ്റ്റ് ഉണ്ടാവും. ഇന്ന പർട്ടിക്കുലർ ഡിസ്ട്രിക്ട് ഇത്തരത്തിലുള്ള വേക്കൻസി ഇന്ന കാറ്റഗറിയിൽ അന്ന് കിട്ടും. നെറ്റിൽ തന്നെ നമുക്കത് അവൈലബിൾ ആണ്. PSCന്റെ സൈറ്റുകളിലൊക്കെ അവർ ഈ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് തന്നെ ഇന്റർവ്യൂ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇത്ര NOC വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞു നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലേ? അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ സാറിന്റെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞു, അഥവാ PSC ലിസ്റ്റിൽ വന്നു, അതിന്റെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞ ശേഷം എത്ര സമയശേഷമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് കോവിഡിന്റെ ഒരു സമയം വന്നതുകൊണ്ട് മൊത്തം സമയമായതുകൊണ്ട് എനിക്കൊരു 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ ആ സമയത്ത് ഞാൻ എന്താ പറയാ ഒരു വിദേശത്ത് പോയി. ഏത് രാജ്യങ്ങളായിരുന്നു സാർ? ഞാൻ വിദേശത്ത് പോയത് മാൽഡീവ്സിലാണ്. റിപ്പബ്ലിക് ഓഫ് മാൽഡീവ്സിൽ അറബിക് ടീച്ചറായിട്ട് ഇന്റർവ്യൂ. അവിടെ ഇന്റർവ്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നാട്ടില്. അതേസമയം PSC നമ്മൾ വെറുതെ ഇരിക്കില്ല, നമ്മൾ ജോബ് അല്ലേ, നമ്മൾ കരിയർ ഉണ്ടല്ലോ നമ്മളെ കയ്യിൽ. അപ്പോൾ നാട്ടിൽ തന്നെ ഗസ്റ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു, ഇന്റർവ്യൂ ഫോർ മാൽഡീവ്സ്. അങ്ങനെ അത് കോയമ്പത്തൂർ പോയിട്ട് അറ്റൻഡ് ചെയ്തു. മാൽഡീവ്സിൽ ജോബ് വർക്ക്, അങ്ങനെ 3 വർഷം. പിന്നെ എങ്ങനെ തിരിച്ചു വരുന്നത് ഇവിടെ? പിന്നീട് PSC അങ്ങോട്ട് പോകുമ്പോഴേക്കന്നെ ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ കോവിഡിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ സ്റ്റക്ക് ആയി നിൽക്കുന്നത്. എന്തായാലും ലാസ്റ്റ് അത് കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ അവിടെ ഗ്രേറ്റ് കൺഗ്രാറ്റുലേഷൻസ് ക്വിറ്റ് ചെയ്തത്. ഓക്കെ. ഒരു അറബിക്കിൽ അധ്യാപകനാവണം താല്പര്യമുള്ള ഒരാളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് നിസ്സംശയം നമ്മൾ ആ ഭാഷയെ സ്നേഹിക്കണം. പഴയൊരു ചൊല്ലുണ്ട്, താങ്കൾ ശരിക്കുള്ള ഒരു അധ്യാപകനാണ് ഒരു അറബിക് അധ്യാപകൻ? തമാശക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, പഴഞ്ചൻ ചോദ്യം. എന്തുകൊണ്ട് വെച്ചാൽ അറബിക് അധ്യാപകനാണെങ്കിൽ അയാൾ എല്ലാ ജോബിലും വളരെ കഴിവും കോൺഫിഡൻസ് ഉണ്ട്. അത് നാട്ടിലായാലും സ്കൂളിലായാലും പ്രവാസത്തിലും. ഭാഷയെ സ്നേഹിച്ച ഭാഷ നമ്മളെ തിരിച്ച് സ്നേഹിക്കും. അത് ഒരു ഭാഷ സ്നേഹിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ള. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഷയ്ക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച, അതിൽ സാഹിത്യ ലോകത്തുള്ള ചരിത്രങ്ങൾ, ബുക്സ് ഒക്കെ നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യും. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനോട് സാറിന് എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് ഈ ഒരു ജോബ്, പ്രത്യേകിച്ച് അധ്യാപക ജോബ് അറബിക്കിൽ നേടിയെടുക്കുക? സാർ അതിനുള്ള ടിപ്സ് വളരെ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ? വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതൊന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. പിന്നീട് നമ്മൾ സിലബസ് നന്നായിട്ട് ഗോ ത്രൂ ചെയ്യാം. മറ്റൊന്ന് ടെക്സ്റ്റ് ബുക്സ്. അത് LP മുതൽ
ഒന്നാം ക്ലാസ് മുതൽ +2 വരെ ഏത് ഭാഗത്തും ചിലപ്പം ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ സിലബസ് നന്നായിട്ട് കവർ ചെയ്ത് പോവുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കുകളും. ഇനി മറ്റ് റെഫറൻസുകൾ സാറിനോട് ചോദിച്ച് നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും കാൻഡിഡേറ്റിന് അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചോദിച്ച ചോദ്യങ്ങൾ സാറിന്റെ കരിയറും ലൈഫും അതിൽ നമുക്ക് കിട്ടുന്ന കുറേ മോട്ടിവേഷൻസ് ആണ്. അവസാനമായിട്ട് സാറിനോട് ചോദിക്കുന്ന ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, സാറിന്റെ ഫാമിലി അതുപോലെ തന്നെ കുട്ടികൾ. ഫാമിലി, വൈഫ്, 2 മക്കള്. മൂത്ത മകൻ ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചെറിയ ആള് 2.5 വയസ്സ് പെൺകുട്ടിയാണ്, 2ാമത്തെ ആള്. PC പ്രിപ്പയർ ചെയ്ത് ലഭിക്കാത്ത കുറേ ആളുകളുണ്ട്, അവരോട് സാറിന് എന്താ പറയാനുള്ളത്? നിശ്ചയദാർഢ്യത്തോടു കൂടെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഗ്രേറ്റ്. നമ്മൾ ആ വാക്യത്തെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് പഠിക്കണം. കാൻഡിഡേറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സിലബസ്, ഞാൻ നേരത്തെ പറഞ്ഞു, സിലബസ് മസ്റ്റ് കവർ ചെയ്യണം. നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി, നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി അതിനനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കണം അല്ലേ. സ്ട്രോങ് ആയ ഏരിയകൾ കൂടുതൽ സ്ട്രോങ് ആക്കുക, വീക്ക്നെസ് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. ഏതായാലും സാറുമായിട്ടുള്ള വളരെ ഹൃദയ ആകർഷമായ ഇന്റർവ്യൂ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു സാർ വൺസ് അഗൈൻ. ഓക്കെ.